കാരണം നമ്മൾ 5 നേരവും അല്ലാഹുവിന്റെ മുന്നിൽ നമ്മൾ പ്രതിജ്ഞ എടുക്കുന്നത് വജ്ജഹതു വജ്ഹിയ ലില്ലദി ഫതറസ് സമാവാതി വൽ അർള ഹനീഫൻ മുസ്ലിമ. അല്ലാഹ്, ഞാൻ ഒരു ഡ്യൂപ്ലിക്കേറ്റ് മുസ്ലിം അല്ല, ഞാൻ ഒരു മുനാഫിഖ് അല്ല പടച്ചവനെ, ഞാൻ ഋജുമാനസീകനായ മുസ്ലിമാൻ, 24 കാരറ്റ് മുസ്ലിമാണ് പടച്ചവനെ. ഇന്ന സ്വലാത്തി വനുസുകി വമഹ്യായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹ്, എൻ്റെ എല്ലാം, എൻ്റെ ചലന നിശ്ചലനാവസ്ഥകൾ, എൻ്റെ നമസ്കാരം, എൻ്റെ ഇബാദത്ത്, എൻ്റെ സംസാരം, എൻ്റെ നടത്തം, എൻ്റെ ഇരുത്തം, എൻ്റെ ഖുർബാനി എല്ലാം ലില്ലാഹി റബ്ബിൽ ആലമീൻ, ലോകത്തിന്റെ രക്ഷിതാവായ അല്ലാഹ് നിനക്ക് മാത്രമാണ് പടച്ചവനെ എന്ന് എല്ലാ വഖത്തും നമ്മൾ പ്രതിജ്ഞ എടുക്കുന്നുവെങ്കിൽ മരണം വരെ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഈ ഒരു പ്രതിജ്ഞയാണ് അല്ലാഹു സ്വീകരിച്ചുകൊണ്ട് ലോക മുസ്ലിമീങ്ങൾക്ക് നൽകിയതെങ്കിൽ നമ്മൾ നമസ്കാരത്തിന്റെ തുടക്കത്തിൽ ഇത് ഓതിക്കൊണ്ടാണ് നമ്മൾ നമസ്കരിക്കുന്നത്. ഇന്നനി അന മിനൽ മുസ്ലിമീൻ. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മഹത്വത്തിൽ അല്ലാഹ് പറയുന്നത് വലം യകും മിനൽ മുശ്രിക്കീൻ. വലം യകും മിനൽ മുശ്രിക്കീൻ. ഒരു മുശ്രിക്കിന്റെ മുന്നിൽ അടിയറവ് വെക്കാൻ പോയില്ല, ഒരു മുശ്രിക്കിനെ അംഗീകരിക്കാൻ തയ്യാറായില്ല, ഒരു നസ്രാനിയെയും അംഗീകരിക്കാൻ തയ്യാറായില്ല. ശാകിറൻ ലിഅൻഉമി. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം നന്ദിയുള്ളവനായിരുന്നു. അല്ലാഹു നമുക്ക് തന്ന ഇസ്ലാം, ഈ പരിശുദ്ധമായ ഇസ്ലാം, ഈ ശുദ്ധമായ ഇസ്ലാം, ഈ സംസ്കാരമുള്ള മതം ഇസ്ലാം, ഈ ഇസ്ലാം അല്ലാഹു നമുക്ക് തരുമ്പോ പടച്ചവന് നമ്മൾ നന്ദിയുള്ളവരായിരിക്കണം. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മഹത്വത്തിൽ അല്ലാഹ് പറയുന്ന വാക്കാണ് ശാകിറൻ ലിഅൻഉമി വലം യകും മിനൽ മുശ്രിക്കീൻ ഖാനിതൻ ലില്ലാഹി ഹനീഫൻ മുസ്ലിമ ഇന്ന ഇബ്രാഹീമ കാന ഉമ്മതൻ ഖാനിത. മാത്രമല്ല ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മഹത്വം എന്താ? ഭക്ഷണം കൊടുക്കൽ. ഇസ്ലാമിന്റെ ഏറ്റവും വലിയ മഹത്വം ചെറിയ പെരുന്നാൾ നമസ്കാരം. നിങ്ങൾ ചെറിയ പെരുന്നാൾ നോമ്പ് പിടിച്ചിട്ട് ചെറിയ പെരുന്നാൾ നമസ്കരിക്കാൻ മുസല്ലയിൽ വരുന്നതിന് മുമ്പ് സാദിക്കളായ മക്കൾ തൊട്ടടുത്ത് കിടപ്പുണ്ട്, അവർക്ക് കൊണ്ടുപോയി നിങ്ങൾ ഫിത്ർ സക്കാത്ത് കൊടുത്തിട്ട് നിങ്ങൾ നമസ്കരിക്കാൻ മുസല്ലയിലേക്ക് വരാവൂ. നബി തങ്ങൾ നമ്മളെ പഠിപ്പിച്ചെങ്കിൽ അതേപോലെ ഈ ബലി പെരുന്നാൾ ദിവസത്തിൽ നിങ്ങൾ ഈ നമസ്കാരം കഴിഞ്ഞ് ഇറങ്ങിപ്പോയ ഉടനെ നിങ്ങൾ ബലിമൃഗത്തെ അറുത്തിട്ട് അതിന്റെ ഓഹരി സാധുക്കൾക്ക് നിങ്ങൾ കൊണ്ടെത്തിച്ചു കൊടുക്കണം. ഈ 2 പെരുന്നാളും ഇസ്ലാം ലോകത്തോട് പഠിപ്പിക്കുന്നത് സാധുക്കളെ സഹായിക്കാനാണ്. ഈ അറബികളുടെ മുന്നിൽ കിടന്ന് ഈ പാവപ്പെട്ട ഫലസ്തീനിന്റെ മക്കൾ മണ്ണ് തിന്ന് ജീവിക്കുമ്പോ അറബികൾ ആടും ഒട്ടകവും പുഴുങ്ങിക്കൊണ്ട് സന്തോഷത്തോടെ വെറുതെ ഒരു 2 പിടി തിന്നിട്ട് ബാക്കി ചവറ്റുകൊട്ടയിലേക്ക് വലിച്ചെറിയുകയാണ്. വല്ലാഹി തമ്പുരാനെ തന്നെയാണ് സത്യം. നാളെ റബ്ബിന്റെ കോടതിയിൽ ഇവർക്കൊരു സ്ഥാനവും ഉണ്ടാകില്ല. ഇവരെയൊക്കെ നാളെ പിടിച്ചു നിർത്തപ്പെടും.